ഹോ ഓപ്പനോപ്പോനോ പ്രെയർ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാകാത്ത, അതായത് കഴിഞ്ഞ 47 ബാച്ച് മുമ്പ് വരെയുള്ള കുട്ടികളിൽ പല കുട്ടികളും തിരിച്ച് ഡൗട്ട് ചോദിച്ച ഒരു സബ്ജക്റ്റ് ഇതായിരുന്നു. എപ്പോഴാണ് ഇങ്ങനെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഹോ ഓപ്പനോപ്പനോ പ്രെയറിനകത്ത് 4 സ്റ്റെപ്സ് ആണ് ഉള്ളത്. എന്തൊക്കെയാണ്? ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു ആൻഡ് ഐ ലവ് യു. ഇതാണ് അല്ലെ? അതിങ്ങനെ പാട്ട് പാടും പോലെ പാടിക്കൊണ്ട് നടക്കാൻ ടീച്ചർ പറഞ്ഞു. അപ്പൊ ഒരു കുട്ടി ചോദിച്ചതനുസരിച്ച് അവൾക്ക് ആ ഒരു ഫീലിംഗ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ആ ഫീലിങ്ങിന് വേണ്ടി ഞാനൊരു കോമൺ ആയിട്ടൊരു ക്ലാസ് തന്നിട്ടുണ്ട്. ഇനി 47 ബാച്ചിന് ശേഷമുള്ള കുട്ടികൾക്ക് ഞാൻ സ്റ്റുഡൻസിന് എങ്ങനെ, ഏത് ഫീലിംഗില്, ഏത് ഇന്റൻഷൻ, ഏത് തോട്ട്, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ ക്ലാസ്സുകൾ ഞാൻ നിങ്ങളുടെ പേഴ്സണൽ ക്ലാസ്സുകളിൽ അയച്ചു തരുന്നതായിരിക്കും. പക്ഷെ അതിനു മുമ്പാട് ഇത് 47 ബാച്ചിന് ശേഷമുള്ള പിള്ളേർക്ക് അപ്ലിക്കബിൾ ആണ്. ബാക്കി എല്ലാവർക്കും ഓൾറെഡി ഞാൻ ഹനാന്റെ ഉമ്മയായ ആയിഷയുടെ വോയിസ് നോട്ട് അയച്ചു തന്നിട്ടില്ലേ? ഇനി ഇത് കേട്ടതിന് ശേഷം ഒന്നും കൂടെ ആ വോയിസ് നോട്ട് കേട്ടു നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും അതിന്റെ ആ ഒരു ഫീലിംഗ് നിങ്ങൾക്കും മനസ്സിലാവും. ഓക്കെ, അപ്പം ഹനാൻ നിങ്ങളെ പോലെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ഒരു കുട്ടിയാണ്. അപ്പോ ആക്ച്വലി ഞാൻ ആലോചിക്കുക, ഹനാന്റെ ഉമ്മയുടെ ഫ്രണ്ട്, ഞാൻ ശരിക്കും അവർക്കൊരു ബിഗ് സല്യൂട്ട് തരാണ് കേട്ടോ. അവര് തന്റെ കൂട്ടുകാരിയുടെ സങ്കടം കണ്ടിട്ട് കൂട്ടുകാരിയോട് പറഞ്ഞു, അതായത് ആയിഷയോട് പറഞ്ഞു, എടി നീ ഒരു കാര്യം ചെയ്യ, നീ നിന്റെ കൊച്ചിനെ കുറിച്ച് ഇത്രയേറെ ആകുലപ്പെടുന്നില്ലേ, നീ ഈ ഒരു ക്ലാസ്സിൽ ഇന്ന് ചേർക്ക്. അവളോട് പറഞ്ഞാൽ മതി, പോക്കറ്റ് മണിയൊക്കെ കിട്ടുമെന്നു പറഞ്ഞാൽ മതി. അപ്പൊ അവർക്ക് കൂടുതൽ ഇൻസ്പിറേഷൻ കിട്ടും, അവർക്ക് കുറച്ചും കൂടെ ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് ഇൻട്രസ്റ്റോടുകൂടി ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യും. അപ്പൊ അവർക്ക് ശരിക്കും കാര്യം മനസ്സിലാകും, എന്റെ കുട്ടി അതിലുണ്ട് എന്ന് ആയിഷയുടെ കൂട്ടുകാരി പറഞ്ഞു. പക്ഷെ ആയിഷ പറഞ്ഞു, അവളോട് പറഞ്ഞു പോലും, സോറി, എനിക്ക് അവളുടെ ഒരു കാര്യത്തിൽ ഇനി ഇടപെടണ്ട, എനിക്ക് അവളുമായിട്ട് സംസാരിക്കാൻ തന്നെ താല്പര്യമില്ല, ഞാൻ എത്രയധികം പറഞ്ഞിട്ട് ഒരു കാര്യങ്ങളും ആ കുട്ടി കേൾക്കുന്നില്ല, അതുകൊണ്ട് നീ എന്താന്ന് വെച്ചാൽ കാട്ട്, ലിങ്ക് അയച്ചു കൊടുക്കോ അയച്ചു കൊടുക്കാതിരിക്കോ, ഐ ഡോണ്ട് കെയർ, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ അത്രയേറെ അവരുടെ പ്രശ്നങ്ങൾ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുമായിരിക്കുമല്ലോ. അപ്പൊ എന്തായാലും ആയിഷ ഈ ക്ലാസ് ആയിഷയുടെ മോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം പോലും അറിഞ്ഞിരുന്നില്ല. അൺടിൽ ആയിഷയുടെ മോള് ഹനാൻ അവരുടെ അടുത്ത് ഈ ഒരു കാര്യം ചെയ്യുന്നോടം വരെ. നമ്മളുടെ ക്ലാസിന്റെ 2-3 ദിവസത്തെ ഇൻട്രോ കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ടെക്നിക്ക് ഉണ്ടല്ലോ, നമ്മളുടെ മൈൻഡ് ക്ലെൻസിങ് ടെക്നിക്ക്, ഫസ്റ്റ് ടെക്നിക്ക് അതായിരുന്നു. നമ്മുടെ ആ ഒരേ ഒരു ടെക്നിക്ക് ചെയ്ത ഹനാന് വന്ന മാറ്റം ആണ് നിങ്ങൾ ഓരോരുത്തർക്കും അറിയാം. നിങ്ങൾ ആ പേപ്പർ ടെക്നിക്ക് ചെയ്യുമ്പോൾ, നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ ക്ലെൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ്, നിങ്ങളുടെ മൈൻഡ് എങ്ങനെ റിലാക്സ് ചെയ്യുന്നു, മൈൻഡിൽ നിന്ന് ഒരു ഭാരം ഇറങ്ങിപ്പോയതുപോലെയും ഐ ആം സോ ഹാപ്പി നൗ എന്നൊക്കെ പറഞ്ഞ കുറെ പിള്ളേരുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്കറിയാം അതിന്റെ ആ ഒരു, എന്തായാലും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. സോ ഹനാൻ എങ്ങനെയുള്ള കുട്ടിയാണ്? 11th പഠിക്കുന്ന കുട്ടിയാണ്. 11th പഠിക്കുന്നു. ഹനാന്റെ ഉമ്മ മലപ്പുറംകാരിയാണ്. അവര് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അവര് ട്രാൻസ്ഫർ ആയിട്ട് കോഴിക്കോടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഹനാനും ഉമ്മയും മാത്രമേ ഉള്ളൂ. ഉപ്പ ഒരു പ്രവാസിയാണ്, ബഹ്റിനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഈ ഹനാന്റെ ഉമ്മ എപ്പോഴും രാവിലെ ഇവളെ കൊണ്ടുവിട്ടിട്ട് ഒരു ബാങ്കിൽ പോകും. വൈകുന്നേരം ഈ കുട്ടി സ്കൂൾ ബസ്സിനാണ് വരുന്നത്. ഹനാന്റെ ഉമ്മ വരുമ്പോഴത്തേക്കും ലേറ്റ് ആവുന്നുണ്ട്, സ്കൂൾ ബസ്സിന് വരുന്നു. ഇതാണ് അവരുടെ റൊട്ടീൻ. അപ്പൊ രാവിലെ ഓഫീസിൽ പോകാനുള്ള തിരക്കിനിടയിൽ ഹനാന്റെ ഉമ്മ പറയും, മോളെ ഈ പാത്രങ്ങളൊന്ന് കഴുകി വെക്ക്, ഞാൻ പഠിക്കുകയാണ് എന്ന് പറയും. 24 മണിക്കൂറും ആ പുസ്തകമായിട്ട് ഇരിക്കുന്ന ഒരു കുട്ടിയാണ്. പുസ്തകം എപ്പോഴും ഉണ്ടാവും കയ്യിൽ, കൂടെ മൊബൈലും ഉണ്ടാവും. ഏത് സമയം പഠിക്കാനായിട്ട് അവർക്കൊരു റൂമുണ്ട്, ആ റൂമിലായിരിക്കും. എസ്പെഷ്യലി ഉമ്മ എന്തെങ്കിലും പണി പറഞ്ഞാൽ ഉടനെ ഉമ്മ ഞാൻ ഹോംവർക്ക് ചെയ്യാണ്, അങ്ങനെയുള്ള എക്സ്ക്യൂസുകൾ പറഞ്ഞു ഒരിക്കൽ പോലും ഉമ്മേനെ ഒന്ന് സഹായിക്കുവാട്ടെ. ഫിസിക്കലി സഹായിക്കുന്നില്ല, മെന്റലി തീരെ സഹായിക്കുന്നില്ല. ഉമ്മേന്റെ അടുത്ത് എപ്പോഴും ചാടിക്കളിക്കാനും ഉമ്മേനോട് എപ്പോഴും തലതറ പറയുകയും ചെയ്യുന്ന ഒരു മകള്.
എല്ലാ ദിവസവും രാവിലെ ആയിഷ ഇന്നെന്റെ മകള് എന്ത് എടങ്ങാറാണോ ഉണ്ടാക്കാൻ പോകുന്നത് എന്നാലോചിച്ച് വിഷമത്തോടെ എണീക്കുന്ന ഉമ്മ ഇന്ന് അവരൊരു സ്വർഗതുല്യമായ ജീവിതം നയിക്കുന്നു. അപ്പൊ ഞാൻ പറയാൻ വന്നത്, അപ്പോ ഹനാൻ എന്ത് ചെയ്യായിരുന്നു? ഹനാന് നമ്മുടെ പേപ്പർ ടെക്നിക്ക് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഹനാന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അവളുടെ മൈൻഡിലേക്ക് അവളുടെ മൈൻഡിൽ ഉമ്മയോടുള്ള എല്ലാ ദേഷ്യവും വിഷമവും സങ്കടവും വെറുപ്പും പക, ആ കുട്ടിക്ക് ഏറ്റവും പക അവളുടെ ഉമ്മേനോടായിരുന്നു. കാരണം ഉപ്പ എടുത്തില്ല, പിന്നെ എന്തിനും ഏതിനും വഴക്ക് പറയാൻ ഉമ്മയല്ലേ ഉള്ളൂ. മൊബൈൽ എടുക്കുന്ന കാര്യത്തിൽ കുറെയൊക്കെ ആദ്യമൊക്കെ വല്ലാതെ പറയുമായിരുന്നു. ഒരു 10ാം ക്ലാസ് മുതൽ ഒക്കെയാണ് ഭയങ്കരമായിട്ട് അവർ തമ്മിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി തന്നെ എപ്പോഴും ഇവർ വഴക്കുണ്ടാക്കുമായിരുന്നു. പിന്നെ അവസാനം അവർ മടുത്തു. കാരണം ഈ കുട്ടി എന്താ പറയാ, വല്ലാതെ അങ്ങോട്ടേക്ക് ചാടിക്കളിക്കും. മൊബൈൽ വാങ്ങിച്ചു വെക്കുകയോ മൊബൈൽ എടുക്കരുതെന്ന് പറയുകയോ ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെ അവർ ആ കാര്യം ഉപേക്ഷിച്ചു. ഉപ്പേന്റെ അടുത്ത് പറഞ്ഞാൽ ഉപ്പ അതൊന്നും സമ്മതിക്കില്ല, മോൾക്ക് സപ്പോർട്ട് നിൽക്കും. ആ ഒരു ലെവലിലായിരുന്നു ഉപ്പയാണെങ്കിലും. അങ്ങനെ ഒരു ദിവസം ഹനാന്റെ ഉമ്മ ആയിഷ അടുക്കളയിൽ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരുന്നപ്പോ അവള് വന്നു. അന്ന് പാത്രം കുറെ ഉണ്ടായിരുന്നു. അവള് വന്നു പാത്രം കഴുകുക. അപ്പൊ ഉമ്മക്ക് ഭയങ്കര അത്ഭുതം. ആയിഷ ചോദിച്ചു, എന്ത് പറ്റി എന്ന് ചോദിച്ചു. അപ്പൊ ഒന്നും മിണ്ടുന്നൊന്നുമില്ല, പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നു. കൂടെ അവർ രണ്ടുപേരും 2 സ്ഥലത്തായിരുന്നു നിന്നെ. അപ്പം കൂടെ ഇവളുടെ കുറച്ച് കഴിഞ്ഞിട്ട് ഇവളുടെ ഏങ്ങൽ അടിച്ച് കരയുന്ന ഒച്ച കേട്ടപ്പം ആയിഷയുടെ ഉമ്മ ശ്രദ്ധിച്ചു. അപ്പൊ ഫ്രണ്ടിൽ പോയി നോക്കുമ്പോ ഉണ്ട് കണ്ണെല്ലാം നിറഞ്ഞ് കുടുകുടൂടെ കണ്ണുനീരൊക്കെ ഒലിച്ചുകൊണ്ട് നിൽക്കുന്ന ആയിഷയുടെ മോള്. അപ്പൊ ഉമ്മ പറഞ്ഞു, ഞാൻ നിന്നെ പാത്രം കഴുകാൻ വിളിച്ചില്ലല്ലോ, ഞാൻ എത്രയോ നാളായി ഇപ്പൊ നിന്നെ പാത്രം കഴുകാൻ വിളിക്കുന്നു, നിന്നോട് ആരെ പാത്രം കഴുകാൻ വന്ന്, എന്തിനാ ഇങ്ങനെ കരഞ്ഞോട് പാത്രം കഴുകുന്നേ, നീ പൊയ്ക്കോ, എനിക്ക് പാത്രം ഒന്നും നീ കഴുകി തരണ്ട, പിക്കോ എന്ന് പറഞ്ഞു. അപ്പോഴും അവളൊന്നും മിണ്ടുന്നില്ല. അവൾ അവിടെ നിന്ന് ആ പാത്രം കഴുകിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നതിന്റെ കൂടെ തന്നെ കരച്ചിലോട് കരച്ചില്. ഹനാന്റെ ഉമ്മയ്ക്ക് പിന്നെ വിഷമമായി. അമ്മമാരുടെ മനസ്സതാണ്, നിങ്ങൾ എത്ര ദ്രോഹം ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് സങ്കടം വരുന്ന ഒന്നും, അതായത് നിങ്ങൾ നശിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഉമ്മമാർ ഓരോ കാര്യം പറയുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നല്ലേ. ഓക്കെ, അപ്പോ ഇവിടെ ഈ ഉമ്മ എന്നിട്ട് എത്ര സ്നേഹത്തോടെയാണ് ആ ഹനാനോട് ചോദിക്കുക, എന്റെ മോളെ നിനക്ക് എന്ത് പറ്റി? പാത്രം എല്ലാം കഴുകി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവളുടെ ഷോൾഡറിൽ ഇങ്ങനെ പിടിച്ചിട്ട് ചോദിച്ചു, മോളെ നിനക്ക് എന്ത് പറ്റി? മോളെന്നോട് ഞാൻ പാത്രം കഴുകാൻ വരാൻ പറഞ്ഞില്ലല്ലോ, പിന്നെ എന്താ മോളു? നീ പിക്കോ, നീ പാത്രം കഴുകണ്ട. അപ്പൊ ഐ എം സോറി ഉമ്മ എന്ന് പറഞ്ഞു. അപ്പോ എന്തിനാ സോറി, എന്താ പ്രശ്നം? നീ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നമാക്കിയോ? എന്താണ് കാര്യം? അമ്മ പ്ലീസ് എന്നോട് ക്ഷമിക്കമ്മ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, മോളെ നീ കാര്യം പറ, എനിക്കങ്ങനെ നിന്നോട് ദേഷ്യമൊന്നും ഇല്ല, കാര്യം പറ മോള് എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ അമ്മേന്റെ അടുത്ത് ഭയങ്കര ദേഷ്യമായിരുന്നു, എനിക്ക് അമ്മേനെ ഇഷ്ടമല്ലായിരുന്നു, അമ്മേനെ കാണുന്ന പോലും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, അമ്മ എന്നോട് ഓരോന്ന് പറയുമ്പോൾ അതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു, അതൊക്കെ എന്റെ നന്മയ്ക്കാ വേണ്ടിയാ പറഞ്ഞെന്നുള്ളത് എനിക്ക് ഇപ്പോഴാ ഉമ്മ മനസ്സിലായത്. ഐ എം സോ സോറി, പ്ലീസ് ഫോർഗീവ് മീ ഉമ്മ എന്ന് പറഞ്ഞു. അപ്പം ഉമ്മ മനസ്സല്ലേ, ആ ഉമ്മ പറഞ്ഞു, എന്റെ മുന്നും കുടമേ, എന്തിനാണ് ഇങ്ങനെ, എന്റെ തങ്കക്കുടമല്ലേ നീ വിഷമിക്കല്ലേ കേട്ടോ, എന്റെ മുത്തല്ലേ എന്ന് പറഞ്ഞ് ആ ഹനാനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. അപ്പത്തേക്കും താങ്ക് യു ഉമ്മ, താങ്ക് യു, ഐ ലവ് യു ഉമ്മ എന്ന് പറഞ്ഞ് ഉമ്മനെ കെട്ടിപ്പിടിച്ചു ഉമ്മ കൊടുത്തു. ഒരു ആയിഷ പറയാണ്, എനിക്ക് എന്റെ ഓർമ്മയിൽ ഒരു 6ാം ക്ലാസ്സിന് ശേഷം ഈ കുട്ടി ഒരു ഉമ്മ തരാട്ടെ, അതായത് കൊറോണ ആ സമയത്ത്, കൊറോണയ്ക്ക് ശേഷം ഈ കുട്ടി എന്റെ അടുത്തൊന്നും മര്യാദയ്ക്ക് സംസാരിക്കാട്ടെ, ഉമ്മ വെക്കോട്ടെ, ഒന്നും ചെയ്യാറുണ്ടായില്ല. കുറേ ലോങ് ഇടവേളയ്ക്ക് ശേഷമാണ് ഈ കുട്ടി എന്നെ ഒന്ന് ഹഗ് ചെയ്യുന്നത്, ഈ കുട്ടിയുടെ ശരീരത്തിന്റെ ചൂട് ഞാൻ അറിയുന്നത്. ആ ചെറുപ്പത്തിലെ ആ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ്. അപ്പൊ അങ്ങനെ അവര് ഭയങ്കര സന്തോഷത്തോടെ ആ ഉമ്മയും മകളും കൂടെ കൂട്ടായി. അന്ന് തന്നെ ആയിഷ എന്നെ വിളിച്ചു. അപ്പോഴാണ് ഹനാൻ പറയുന്നത്, ഇങ്ങനെ ഒരു ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എന്ത് ക്ലാസ് ആണെന്ന് ചോദിച്ചു. അപ്പൊ ഇതിന്റെ ലിങ്ക് തന്നത് അമ്മയുടെ കൂട്ടുകാർ തന്നെയാണല്ലോ, അമ്മയ്ക്ക് അറിയില്ല ഞാൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ അവള് പറഞ്ഞു ഇല്ല,
അപ്പൊ ഇതിന്റെ പൈസയൊക്കെ ആരാ അയച്ചു കൊടുത്തേ? അപ്പോൾ അവളാണ് അയച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് ഞാൻ അവർക്കൊരു ബിഗ് സല്യൂട്ട് പറഞ്ഞത്. അപ്പൊ നമ്മളുടെ പേയ്മെന്റ് എല്ലാം തന്റെ കൂട്ടുകാരിയുടെ സന്തോഷത്തിന് വേണ്ടി അയച്ചു കൊടുത്ത് ഇത്തരം കൂട്ടുകാരികളാണ്. അതാണ് ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ഫ്രണ്ട്ഷിപ്പ്. അപ്പൊ എന്തായാലും അവർക്ക് ഒന്നും കൂടെ ബിഗ് സല്യൂട്ട്. ഞാൻ ഒത്തിരി താങ്ക്സ് പറയാണ് ആ കൂട്ടുകാരിക്കും. നിങ്ങള് അത്രയേറെ വലിയ നന്മയുള്ള മനസ്സിന്റെ ഉടമയാണ്. നിങ്ങളുടെ കൂട്ടുകാരുടെ സന്തോഷം, ആ സന്തോഷം ഇപ്പം നിങ്ങൾ എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ആയിഷ നിങ്ങളെ വിളിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. എന്തായാലും ദേ ആർ വെരി ഹാപ്പി. ഇപ്പം മക്കൾക്കറിയാവോ, പിന്നെ ആ ഉമ്മ എന്നോട് വിളിച്ചപ്പം അവരുടെ ഹസ്ബൻഡിന്റെ അടുത്ത് പോലും ആ ഹസ്ബൻഡും വൈഫും കൂടെ തമ്മാമിൽ അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പോലും ഈ ഹനാന് ഉപ്പേന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ഉപ്പേന്റെ അടുത്ത് ഇന്നൊരാൾ ഇവിടെ വന്നിരുന്നു, അയാൾ വളരെ മോശമായിട്ട്, അയാളുടെ അടുത്ത് ഉമ്മ വളരെ മോശമായിട്ട് പെരുമാറി, ദേ ആർ നോട്ട് ഇൻ എ ഗുഡ് മാനർ, ഇതാ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഉമ്മയെ കുറിച്ച് അനാവശ്യം പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഹനാന്. കാരണം അവർ തമ്മിൽ അടി കൂടിയാൽ മാത്രമേ ഹനാന്റെ കാര്യങ്ങൾ നന്നായിട്ട് പോകുള്ളൂ. അപ്പൊ ഞാൻ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായോ? എന്നിട്ട് അവർ തമ്മിൽ ഡിവോഴ്സിന്റെ വക്കിൽ വരെ എത്തി. നിങ്ങൾ ഒരിക്കൽ പോലും നിങ്ങളുടെ പേരൻസിന്റെ അടുത്ത് ഒരാളുടെ കുറ്റം മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയോ ഇല്ലാത്ത വചനങ്ങൾ പറയുകയോ ഒന്നും ചെയ്യരുതെന്ന് ടീച്ചർ പറഞ്ഞതിന്റെ കാര്യം ഇതാ. ആ ഉമ്മയും ഉപ്പയും തമ്മിൽ ഡിവോഴ്സിന്റെ വക്കിലെത്തി. ഒരു കുറച്ച് മാസങ്ങളായിട്ട് അവർ തമ്മിൽ സംസാരിക്കാറില്ല. കാരണം ഉപ്പയുടെ വിചാരം ഉമ്മയ്ക്ക് മോശമായുള്ള ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ പോലും ഈ കുട്ടി ഉപ്പേന്റെ അടുത്ത് പറഞ്ഞു വെച്ചിരിക്കുക. അപ്പോ അപ്പൊ എന്നോട് സംസാരിച്ചപ്പോ ഞാൻ പിന്നെ ഹനാനോട് പറഞ്ഞു, ഹനാൻ തന്നെ ഇത് ഉപ്പേനോട് സംസാരിക്കണം മോൾ, അതിൽ ഒരു ക്ഷേമം വിചാരിക്കരുത്. എന്റെ പൊന്നു മോളല്ല, നീ എന്റെ ക്ലാസ്സിൽ നല്ല ഈ പ്രാവശ്യത്തെ അങ്ങനെയാണ് ഹനാനെ ഞാൻ ഈ മാസത്തെ സ്റ്റാർ ആയിട്ട് തെരഞ്ഞെടുത്തത്. അപ്പൊ മോള് എന്തായാലും ഉപ്പേനോട് പറയണം, ഇത് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുട്ടിയെ കൊണ്ട് തന്നെ ഞാൻ ഉപ്പേനോട് ഫോൺ ചെയ്ത സമയത്ത് ഉപ്പേനോട് പറയിപ്പിച്ചു. ഞാൻ അതൊക്കെ ഉണ്ടാക്കിയതാ ഉപ്പ, ഐ എം സോറി എന്ന് ഉപ്പേനോടും സോറി പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പത്തേക്കും ഉപ്പ പറഞ്ഞു, പോട്ടെ, പോയതെല്ലാം പോട്ടെ, സാരില്ല, മോള് വിഷമിക്കണ്ട. അവിടെയും ഉപ്പയുടെ സ്നേഹം കണ്ടോ, മോള് വിഷമിക്കണ്ട. അതായത് ഇവർ തമ്മിൽ ഇത്രമാത്രം അടി ഉണ്ടാക്കാൻ ഇവള് കാരണമായിട്ടും ഈ ലോകത്തില് നിങ്ങളോട് എല്ലാം ക്ഷമിച്ചു തരാനുള്ള രണ്ട് വ്യക്തികളോടുള്ളൂ മക്കളെ, അത് നിങ്ങളുടെ പേരൻസ് ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും ക്ഷമിക്കുന്ന ഒരു കാര്യമാണോ? അങ്ങോട്ടും ഇങ്ങോട്ടും മോശമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ തമ്മിൽ അടിയുണ്ടാക്കിപ്പിച്ച ഈ മകളോട് പോലും ആ ഉപ്പ പറയാ, സാരമില്ല മോളെ, നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്തായാലും ഇപ്പം അവരുടെ ആ ഒരു ഫാമിലി ബോണ്ടിങ് എങ്ങനെയാണെന്നറിയോ, ഇപ്പോ ഭയങ്കര രസമായിട്ടാണ് ഇപ്പൊ അവർ നടക്കുന്നത്. ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്നോട് ആയിഷ പറയാ, ഇപ്പൊ രാവിലെ എനിക്ക് ഭയങ്കര ഉത്സാഹം എണീക്കാൻ. എന്റെ മോൾ എണീക്കുന്നതിന് മുമ്പാടി എല്ലാ പണി അങ്ങ് തീർത്ത് അവളുടെ കൂടെ ഇരിക്കാൻ എനിക്കിപ്പം ഉത്സാഹമാണ്. പാത്രമെല്ലാം അവള് എണീക്കുന്നതിന് മുമ്പാട് തന്നെ കഴുകി വെക്കും. അപ്പൊ അവള് വരുമ്പോ ഒരു പണി ഉണ്ടാവത്തില്ലല്ലോ, അങ്ങനെ എല്ലാം ചെയ്യും. എന്തൊരു ഉത്സാഹം എനിക്കിപ്പം. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ ഭയങ്കര ഇതാണ്. ബാങ്കിൽ ചെന്നാലും ഭയങ്കര ഉണർവാണ് എനിക്ക്. എന്റെ ഹസ്ബൻഡുമായിട്ടുള്ള അലൈൻമെന്റ് എല്ലാം ഞങ്ങൾ ശരിയായി. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഇത്രയും വലിയ ഹാപ്പിനെസ് ടീച്ചർ ത്രൂവില് കിട്ടിയതിന് ഞാൻ ടീച്ചറോട് എങ്ങനെ നന്ദി പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, ടോപ്പോസ് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡിന്റെ കുറിച്ച് പറഞ്ഞില്ലേ, അതിനകത്ത് ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞ എന്തായിരുന്നു, റിസൈറ്റ് അല്ലെ. അപ്പൊ റിസൈറ്റിനകത്ത് ഞാൻ എന്താ പറഞ്ഞ, ഒന്നെങ്കിൽ നിങ്ങൾ മിററിൽ നോക്കിയിട്ട് റിസൈറ്റ് ചെയ്യുക, കണ്ണാടി നോക്കിയിട്ട് റിസൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉമ്മേന്റെ അടുത്തോ അല്ലെങ്കിൽ ആരെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുന്നവരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ റിസൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പൊ ആകപ്പാടെ 2 മണിക്കൂർ, അതായത് ഇവിടെ 4 മണിക്ക് വീട്ടിലെത്തും, 4 to 5:15 വരെ 1/4 മണിക്കൂർ വിടാം കുളിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. 1 മണിക്കൂർ അവളുടെ ഹോംവർക്കും കാര്യങ്ങളും ഒക്കെ തീർക്കും. വൈകുന്നേരം 5:30 ആകുമ്പോഴത്തേക്കും ഉമ്മ വരുമ്പോഴത്തേക്കും അവൾ 2 ഗ്ലാസ് ചായ ഇട്ട് ഉമ്മനെ വെയിറ്റ് ചെയ്ത് അവളുടെ എല്ലാ കാര്യങ്ങളും തീർത്ത് വെയിറ്റ് ചെയ്ത് ഉമ്മ വരുമ്പോ കടിയും വാങ്ങിച്ചുകൊണ്ട് വരും. അവർ രണ്ടുപേരും കൂടെ ചായ കുടിക്കും. എന്നിട്ട് ഉമ്മയുടെ അടുത്ത് അവൾ ഇപ്പൊ റിസൈറ്റ് ചെയ്യുന്നു. നിങ്ങളോട് ഞാൻ പറഞ്ഞ ആ ഒരു മെത്തേഡിനകത്ത് ഇപ്പം
അവൾ ആ പടം പഠിക്കുന്ന 2 മണിക്കൂർ 4 to 5 പിന്നെ 5:30 ഉമ്മ വരുമ്പോഴത്തേക്കും കുളിയെല്ലാം കഴിഞ്ഞ് അതിനുശേഷം ഉമ്മേന്റെ അടുത്ത് വർത്താനം കലകലാന്ന് ഒത്തിരി വർത്താനങ്ങളെല്ലാം പറഞ്ഞു, വിശേഷങ്ങളെല്ലാം പറഞ്ഞു, ഉമ്മയുടെ വിശേഷവും പിന്നെ അവളുടെ വിശേഷങ്ങളും എല്ലാം പറഞ്ഞ് അതിനുശേഷം അവരുടെ ഒന്നിച്ച് നിസ്കരിച്ച് എല്ലാ നിസ്കാരവും കാര്യങ്ങളും എല്ലാം ഒന്നിച്ച് ചെയ്യുന്നേ. ആദ്യം ഈ കുട്ടിയെ നിസ്കരിക്കുകയേ ഉണ്ടായിരുന്നില്ല. ടീച്ചറിന്റെ ക്ലാസ് തുടങ്ങിയതിനു ശേഷം ഈ കുട്ടി നിസ്കരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നെ ഇവര് ശരിയായത്. അതിനുശേഷം രണ്ടുപേരും ഇപ്പൊ എല്ലാം ഒന്നിച്ച് ഇത് ചെയ്യും, പിന്നെ നിസ്കരിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് റിസൈറ്റ് ചെയ്യുന്നത് ഉമ്മന്റെ അടുത്ത് റിസൈറ്റ് ചെയ്യും. ഇപ്പൊ അവള് ക്ലാസ്സിലെ ടോപ്പറായി മാറിയിരിക്കുകയാണ്. ഇത്രയും നാളും 24 മണിക്കൂർ ഞാൻ പഠിക്കുവാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കുട്ടി പഠിക്കുന്ന ആ പാഠം 2 മണിക്കൂറേ ഉള്ളൂ. ഈ 2 മണിക്കൂർ ഇപ്പൊ ആ കുട്ടി മൊബൈൽ എടുക്കാറില്ല. അവനവന്റെ ആവശ്യത്തിന്, അവളുടെ ആവശ്യത്തിന് മാത്രമേ അവള് മൊബൈൽ എടുക്കാറുള്ളൂ. എന്തെങ്കിലും ഹോംവർക്സ് ഉണ്ടോ, സ്കൂളിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അത് നോക്കും, വെക്കും. ഇപ്പൊ അവൾക്ക് ഹരം എന്താണെന്നറിയാവൂ, അവളുടെ ഉമ്മേന്റെ അടുത്ത് കെട്ടിപ്പിടിച്ചിരിക്കാനും ഉമ്മേന്റെ മടി കിടക്കാനും ഉമ്മേനോട് വർത്താനം പറയാനും ഒക്കെ അവൾക്ക്. എന്നിട്ട് ബാക്കി സമയം ഈ കുട്ടി പോയിരുന്നു പഠിക്കുള്ളൂ. വളരെ ചുരുങ്ങിയ ടൈമേ ഇപ്പം ആ കുട്ടി പഠിക്കുന്നുള്ളൂ. പക്ഷേ അവൾ ക്ലാസ്സിലെ ടോപ്പറായി. ക്ലാസ്സില് കൊറോണയ്ക്ക് മുമ്പ് ഈ കുട്ടി നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. കൊറോണയ്ക്ക് ശേഷം ഈ കുട്ടിയുടെ പഠനം മൊത്തം പോയി. ക്ലാസ്സിൽ ചില സബ്ജക്റ്റുകളിൽ തോക്കുക വരെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയൊക്കെ അവർക്ക് ഭയങ്കര വിഷമമായിരുന്നു, ഇവളിങ്ങനെ സബ്ജക്റ്റിനൊക്കെ തോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്ന് ആകപ്പാടെ വളരെ കുറച്ച് സമയം പഠിച്ച് ഈ കുട്ടി ക്ലാസ് ടോപ്പറായി മാറി. നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഹനാന്റെ ഭാഷയിലുള്ള എല്ലാ കുട്ടികൾക്കും അറിയാം ഹനാന് എങ്ങനെയായിരുന്നു ആദ്യമൊക്കെ, അല്ലേ? അപ്പം നിങ്ങളുടെ ഇടയിൽ നിന്ന് ഇത്രയേറെ ഇമ്പ്രൂവ്മെന്റ് വന്നു. ഞാൻ പറഞ്ഞു നിങ്ങളോട്, നമ്മൾക്ക് നമ്മുടെ മൈൻഡിനെ ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യത്തിലും കോൺസെൻട്രേഷൻ ഉണ്ടാവുള്ളൂ. നമ്മുടെ മൈൻഡിനെ എങ്ങനെ ക്ലെൻസ് ചെയ്യണമെന്നും അതിനുശേഷം എങ്ങനെ നിങ്ങൾ ഓരോരോ അലൈൻമെന്റിൽ എത്തണമെന്നുമുള്ളത് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ മക്കളെ ഇതേപോലെ ഹനാൻ ഇപ്പൊ കുടുംബത്തിലെ ഒരു മോഡലായിട്ട് മാറിയിരിക്കുക. MD3 വെൽനെസ്സിലെ ഒരു നല്ല കിഡ് മോളായിട്ട് മാറിയിരിക്കുക. അപ്പോൾ അതേപോലെ നിങ്ങൾ ഓരോരുത്തരും മാറണം. അപ്പം ഹോപ്പനോപ്പോണോ പ്രെയർ എങ്ങനെയൊക്കെ, അതിന്റെ അടിസ്ഥാനം എന്താണ്, എന്ത് മൈൻഡ് സെറ്റോട് കൂടിയാണ്, ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇത് പറയുന്ന സമയത്ത് എന്നുള്ളതെല്ലാം ക്ലാസ്സിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നതാണ്. 47 ബാച്ചിന് ശേഷമുള്ള കുട്ടികൾക്ക് എല്ലാ ക്ലാസ്സുകളിലേക്ക് വരുന്ന കുട്ടികൾക്കെല്ലാം ഞാനത് ക്ലാസ്സിൽ തന്നെ തരാം. എങ്ങനെയാ നമ്മുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കണം, ഈ പ്രെയർ ചൊല്ലുന്ന സമയത്ത് ഉണ്ടാവേണ്ട മൈൻഡ് സെറ്റ്. ഓക്കെ, ശരി. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.